സതീർത്യോ 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 ഞാൻ സതീർത്ഥനെ കാണാൻ വന്നതാ മഹാരാജാവേ. മഹാരാജാവോ? പിന്നെ പഠന ഞാനോ? പിന്നെന്തിനാ അകത്ത് കയറിയത്? മുമ്പോട്ട് വെക്കരുത്, പോലീസ് പിടിക്കും. ഈ ഡോറ് നിന്റെ അപ്പനെ അടയ്ക്കണോ? സതീർത്യ സതീർത്യ അമ്മ അപ്പഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടെന്ന്. എന്താ? ഞാനാ വണ്ടിയുടെ ഡോർ അടച്ചില്ല, ശബ്ദം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഞാനും അടച്ചില്ല, ശബ്ദം ഉണ്ടാക്കിയുള്ളൂ. ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കില്ല. ഡോർ തല്ലി പൊളിക്കും. ആരാ ഞാൻ? നിന്റെ അമ്മോട് ചോദിക്കി. അയ്യ ആരാ താൻ? ഇതൊന്ന് പിടിച്ചേ. എന്തിനാ? ഇറങ്ങിപ്പോയ ട്രൗസർ കയറ്റിടാനാ. കേട്ടിട്ടു. ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച. ഇന്നാണ് കുചേല ദിനം. കുചേല ദിനോ? അതെ, ദരിദ്രനായ കുചേലൻ സമ്പത്തനായി തന്റെ സതീർത്യ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം. എവിടെയല്ലേ സതീർത്ഥ്യൻ? എന്താ തന്റെ തലയില്? അവല്. തലയ്ക്കകത്തല്ല, ചാക്കിൽ എന്താണെന്ന് ചോദിച്ചത്. ചാക്കിലോ? ചാക്കിലൊരു കാക്കില അവല. പണ്ട് കുചേല കച്ചത്തി വെച്ചു കൊണ്ടുകൊടുത്ത വിയർപ്പ് പിടിച്ച അവലല്ലത്. പാലക്കാടിന്റെ പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പ്രദേശത്തിൽ നിന്നും പകല് മുഴുവൻ പണി കേട്ട് പട്ടണ കച്ചി കല്ലും മടിച്ച് ഈ അവല് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ടോ, ഈ അവല് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ട്. അല്ല, ഇതാര്? എന്റെ കൃഷ്ണന്റെ രുക്മണി ദേവിയോ? എന്നാൽ ഇവനിതിനങ്ങനെ ചാലാക്കി. ഹമാരി ബേട്ടിക്ക് കൈസാക്കി കമർദല സുൽത്ത ബിഫ്രി കലസിദ്ദ ബിഫ്രിയത്തിയാ. എന്താ പറഞ്ഞത്? താനെന്തായി പിച്ചും പേയും പറയണേ? ആരാ ഇയാള്? പിടിച്ച് പുറത്താക്കടോ. ഒരു ന്യൂസൻസ് കയറി വന്നോളും. അതിന് പറ്റിയ രണ്ട് ബഫും സെർവൻസും. എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ബംഗ്ലാവിലെ കോടീശ്വര സിദ്ധാർത്ഥൻ എന്റെ ഏക സതീർത്ഥ്യനാ. എന്റെ വലിയ മുത്തപ്പ, പിടിച്ചാലും വലുതാണ് അളയല്. ഒരു സതീർത്ഥ്യനെ കൊണ്ട് തന്നെ ഈ അവസ്ഥയിലെ കണ്ടില്ലേ? വൈറ്റ് കോളറുകാരൻ കാക്കി ഉടുപ്പിട്ട് കാക്കയെ നോക്കി ഇരിപ്പാ. അതൊക്കെ താനെന്തിനാ ഇയാളോട് പറയണത്? നാട്ടിൽ നിന്ന് അവലും കൊണ്ട് വന്നല്ലേ. നമുക്ക് സതീർത്ഥ്യനെ കാണിച്ചു കൊടുക്കല്ലേ? അങ്ങോട്ടോ ഇവിടെ. അതെ, ഒന്ന് തിരിഞ്ഞു നിന്നേ. എന്തിനാ? അതാണ് ഇവിടുത്തെ ആദിത്യ മര്യാദ. ഓഹോ, ഇതാണോ കുടകിൽ ആദ്യത്തെ മര്യാദലു? കൊള്ളാലോ. ഒന്ന് കുനിഞ്ഞു നിന്നോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ. മതിയോ? ഓ, ധാരാളം. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. ആവശ്യത്തിനുണ്ട്. അകത്തേക്ക് വന്നോളൂ. ഏതോ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത തിണ്ടിയാൻ തോന്നുന്നു. അയ്യോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെന്നാ. ഓഹോ, അപ്പൊ ഞാനിത് പുറത്തു പോയി നിന്നിട്ട് പറയണല്ലേ? എടാ, ഇതൊക്കെ മര്യാദക്ക് എന്നെ പഠിപ്പിച്ചെന്നൂടെ? ഞാൻ എത്ര കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കണേ? മനുഷ്യനെ നാറ്റിക്കാനൊക്കെ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്റെ ഈശ്വര രാമാനുജൻ, ഇവനോട് ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? നിന്ന് നിപ്പിലില്ലാട്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ? ആൾമാറാട്ടെങ്കിൽ ആൾമാറാട്ടം. അയ്യേ, അങ്കിൾ എന്തായി കാണിക്കണേ? എങ്ങനെ ചുമച്ചിരുന്നത് ആരോ കൊതി വെച്ചു. ആരാ ഈ സിദ്ധാർത്ഥൻ എവിടെ? സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. വിഷുവിന്റെ ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ. ഇറങ്ങി പോടാ പാട്ടി. എന്റെ മുമ്പിൽ എന്തിനാണ് ഈ വേഷം കെട്ട്? നീ കൊടകലെ കുബാരനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടിലെ പിച്ചക്കാരനാ. നിന്റെ കൊട്ടാരെവിടെ? പിന്നെ നീ ഇവിടെ? അതെന്റെ ഔട്ട് ഹൗസാ. ഞാൻ മാസത്തിലൊരിക്കലും അവിടെ പോകും. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു. പ്രശ്നമൊന്നുമില്ലല്ലേ? ഇറങ്ങി പോടാ. എടാ സതീർത്യ, ഈ സെക്രട്ടറി സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. നിനക്കേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. എടാ, ഈ അനാഥ പിള്ളേരെ കൂട്ടത്തിൽ എന്നും കൂട്ടിക്കൂടെ? അനാഥ പിള്ളേരോ? നീ അവരെന്താ വിളിച്ചേ? കാണിച്ചു തരാടാ. നീ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല.
ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഹ? ഊ, രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ആളെ കണ്ടുട്ടോ? നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. വെരി നൈസ് പില്ലോ. ഡാ, നീ ഈ പിള്ളേരെ പറ്റി എന്താ ധരിച്ചത്? വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട്. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങുക, അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ, അറിയാതൊന്നും മാറിയ കണ്ടോ? ഇതാണ് ഉടമ്പടി പ്രമാണം. ലാഭമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. അനാഥരാണത്ര. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട. ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദനിപ്പിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുചാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. നീ എന്താ തലയിൽ വെച്ച് കൊണ്ടുവന്നേ? ആവില്ല. അവലെങ്കി അവല് എടുത്തകത്ത് വെക്ക്. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചാക്ക് വെച്ച് കിടത്തോ. ആ മക്കളെ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമായി. ബാക്കി നമുക്ക് വെക്കാട്ടാ. sound of the crashing waves made the villagers talk in a loud voice. ഇത് നിങ്ങള് സ്കൂളിൽ തെറിയാണോ പഠിപ്പിക്കണേ? വെള്ളടിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താടാ അത്? Just for change. ഓ, നിന്നെ ഒടുക്കത്താവാനായിട്ട്. മക്കളെ, നിങ്ങൾ പഠിച്ച് പരീക്ഷയിൽ തോൽക്കണം, അല്ലെ ജയിക്കരുത്. അരെ ഞാനല്ല ഇതൊക്കെ വെള്ളം പറയണതാ. മക്കളെ, നിങ്ങൾ പഠിച്ചു വലുതായിട്ട് വേണം നമ്മളെ ഇറക്കി വിട്ട ആ വല്ലോന്റെ ബംഗ്ലാവ് തിരിച്ചു പിടിക്കാൻ. ഇപ്പൊ ബംഗ്ലാവ് ഇരിക്കുന്ന പൊസിഷന് എന്തൊരു കുറവ്. ഞാൻ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാ വലിച്ചേ. നീ പോടാ കള്ളോടിയാ. വലിച്ചോ? നിനക്കറിയില്ല, അവളുണ്ടല്ലോ, അവളെ ഞാൻ കണ്ടാ എന്റെ നെഞ്ചത്ത് കൂടെ അവള് ഉലാത്തണത്. എന്റെ തിരുപ്പതി ഭഗവാനെ, ഞാൻ കോടീശ്വരനാകുമ്പോ ഇവളെ എന്റെ വേലക്കാരി ആക്കുകയാണെങ്കിൽ നിനക്ക് ഈ തലകളിൽ ഏത് വേണേലും മൊട്ടയടിക്കാൻ എടുക്കാം. എന്റെ നീ ഈ മൊട്ടന് പിരിയാത്ത പിള്ളേരുടെ മൊട്ടയടിക്കാൻ നിന്റെ അച്ഛനാരും ബാർബറാ. ഇതാണ് കുടിച്ചേ കൊട്ടയാണ് മാക്സിമം കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ആണാണെങ്കിൽ ഇറങ്ങി വാടി കുരുത്തം കെട്ടവളെ. നീ എന്താണ് സിദ്ധാർത്ഥനെ പറ്റി തുടങ്ങിയില്ല നാശങ്ങള്. ഇവിടെ കുടിൽ വെച്ച് താമസിക്കുക ഇതുങ്ങളൊക്കെ ഏതാ? ഇവിടുത്തെ വലിയ യസ്മാൻ അയാളുടെ അപ്പൻ ഇഷ്ടദാനെ കൊടുത്ത സ്ഥലം അത്. നീ ആരാടി? ഉണ്ണിയാർച്ച അതോ മാർക്കറ്റ് താച്ചറാ? അല്ലേ കൂതറ സായിപ്പിന്റെ മോളോ? എടി ഒരുമ്പെട്ടോളെ, നിന്നെ ഇവിടെ ഓടിച്ചില്ലെങ്കിൽ കണ്ടാ വാലും മടക്കി ഞാനൊരു പട്ടി പോലെ ഇങ്ങനെ നടക്കൂടി. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ. ഒരാഴ്ച കൂടി കൂട്ടി കൊടുക്കാനും എന്നെ കിട്ടില്ല. വൃത്തിയിട്ടവനെ പിള്ളേരുള്ള വീടാണത്. You shameless creature, bloody bullshit. എന്റെ ബെഡ്ഷീറ്റാ ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. റാസ്കൽ, ഒരു ഇഡിയറ്റ് നീ കൂട്ടുപിടിച്ച. എന്റേത് വവ്വൽസാ. വവ്വാലോ? ഇംഗ്ലീഷിലെ വവ്വൽസാ. മതി, നീ കുറച്ച് റെസ്റ്റ് ചെയ്യ്. This phone is out of range. വേണ്ട. Hey, this not reachable. www.comedy. എന്താ തമ്പുരാനറിയാ? പോടാ പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. ചില്ലിന്റെ ബംഗ്ലാവല്ലേ പൊട്ടിയേ? അല്ല, ബംഗ്ലാവിന്റെ ചില്ലല്ലേ പൊട്ടിയേ? അപ്പൊ അവക്ക് ശത്രു നമ്മള് മാത്രല്ല.